നമുക്ക് ഒരുപാട് ചിരിക്കാനുണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് ഭയങ്കര ഇമോഷണൽ കാര്യങ്ങളുണ്ട്. ഒരു ഫാമിലി പടം. ക്യൂട്ടായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. നമുക്ക് എന്താ ഇമോഷണൽ ഫീൽ നിവിൻ പോളി എങ്ങനെയുണ്ട്? പ്രേതം എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടമായോ പ്രേതത്തെ? മോനിഷ്ടായോ? എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി? ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ട് നിവിന്റെ പെർഫോമൻസ്? പ്രേതം എങ്ങനെയുണ്ട്? ഭയങ്കര ക്യൂട്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. എങ്ങനെയുണ്ട് നിവിൻ? എങ്ങനെയുണ്ട്? അജു നിവിൻ കോംബോ ഒക്കെ വർക്കായോ? ഇഷ്ടപ്പെട്ടു. പ്രേതം എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? പ്രേതം എങ്ങനെയുണ്ടായി? ക്യൂട്ടായിരുന്നു. എങ്ങനെയുണ്ട്? ഇഷ്ടം? ക്യൂട്ടായിരുന്നോ? നിവിൻ എങ്ങനെയുണ്ട്? അടിപൊളിയായി. ഇഷ്ടമായി? ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? ഫാമിലി ആയിട്ട് ക്രിസ്മസിനൊക്കെ ഒന്ന് കാണാൻ പറ്റിയ അഗ്നിശക്തിന്റെ മൂവിയിലെ കുറച്ച് നമുക്കിങ്ങനെ കണക്റ്റായ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ ഇതിലും ഒന്ന് രണ്ട് കണക്റ്റായിരുന്നു. എന്താ പറയുക, ഈ റിയലിസ്റ്റിക് മൂവീസിനിടയിൽ ഇങ്ങനത്തെ ഇടയ്ക്ക് മൂവീസ് ഒരു റീഅഷുറൻസ് ആണ്. താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു? കുറെ കാലത്തിന് ശേഷം ഇതിന്റെ ഒരു കംബാക്ക് നല്ല സിമ്പിൾ ഫീൽ ഗുഡ് പടം. ക്രിസ്മസിനെ തൂക്കി പറയാം. അടിപൊളി ഒരുപാട് ഫീൽ ഗുഡ് പടം. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? നിവിൻ എങ്ങനെയുണ്ട്? അടിപൊളി. ആളുടെ ഈ ഒരു തിരിച്ചറിവ് ആഗ്രഹിച്ചത് ഭയങ്കര സന്തോഷം. ഇമോഷണലായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. റിയ ഷിബുവിന്റെ ക്യാരക്ടറൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവരും അടിപൊളിയായിരുന്നു. പ്രേതം ഭയങ്കര ക്യൂട്ടായിട്ടൊക്കെ തോന്നിയോ? സൂപ്പറായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? പിന്നെ ശരിക്കും ഒരു കിടിലം കംബാക്ക് ആയിരുന്നു. നമുക്ക് ഇമോഷണൽ